ഹലോ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും സുഖമല്ലേ? ഞാൻ ഈ കഴിഞ്ഞ എൻ്റെ വിഷു ഡേയെ പറ്റി ചുമ്മാ ഒന്ന്, വിഷു സദ്യയാണ്, വെറുതെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ. എനിക്കിവിടെ തോട്ടത്തിൽ 2 വാഴയൊക്കെ ഞാൻ നട്ടിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ എനിക്കതിൻ്റെ പേരൊന്നും ഇപ്പോൾ ഓർമ്മയില്ല. എല്ലാ വർഷവും ഞങ്ങളിങ്ങനെ ഇതുപോലെ സെലിബ്രേഷൻസൊക്കെ വരുമ്പം ഫ്രോസൺ ഇലയാണ് പുറത്തുനിന്ന് മേടിക്കുന്നത്. ഇന്ത്യൻ സ്റ്റോറിൽ ഇവിടെ കിട്ടും. പക്ഷേ ഇത്തവണ ഞങ്ങൾക്ക് എന്തായാലും ഫ്രോസൺ ഇല മേടിക്കേണ്ട കാര്യം ഉണ്ടായില്ല. കാര്യം വാഴയൊന്ന് വലുതായി. അപ്പം നമുക്ക് ആവശ്യത്തിനുള്ള വാഴയിലയൊക്കെ ഈ വാഴയിൽ നിന്ന് നമുക്ക് കിട്ടും. ഇവിടെ ഇപ്പോൾ സമ്മർ കഴിഞ്ഞ് ഓട്ടം കയറിയേക്കാണ്. ഇനി നേരെ വിൻ്ററിലോട്ട് കയറും. അപ്പോൾ ഈ വാഴയിലേക്ക് എങ്ങനെയായി തീരുമെന്നൊന്നും എനിക്കറിയത്തില്ല. മേ ബി ഇത് ഫ്രോസ്റ്റ് തിന്നുന്ന രീതിയിൽ, അതായത് ഇല മുഴുവൻ ഒരു മഞ്ഞ് കൊണ്ട് അഴുക്കായി പോകാൻ ചാൻസ് ഉണ്ട്. സത്യം പറഞ്ഞാൽ പപ്പ വന്നേ പിന്നെ ഈ വാഴയൊക്കെ ചെടിയിലൊക്കെ വെള്ളമൊക്കെ ഒഴിക്കുന്നതൊക്കെ പപ്പയാണ്. അപ്പോൾ ഈ വാഴയിൽ മുറിക്കാനായിട്ട് പപ്പ കുറച്ച് പിശുക്ക് കാണിച്ചു. പപ്പ പറയുന്നത് വാഴയിൽ അവിടെ തന്നെ നിൽക്കട്ടെ, ഇതിനിപ്പോൾ തണുപ്പാകുമ്പോൾ എങ്ങനെയാവുമെന്ന് അറിയില്ലല്ലോ, അങ്ങനെയൊക്കെ പറഞ്ഞു. പക്ഷേ നമുക്ക് വാഴയില ആവശ്യത്തിന് എടുക്കണ്ടേ. എൻ്റെ ഒരു കൺസെപ്റ്റ് വെച്ച് ഈ വാഴയില എന്തായാലും തണുപ്പത് നശിച്ചു പോകും. അപ്പോൾ പിന്നെ നമുക്കിപ്പോൾ എടുത്ത് യൂസ് ചെയ്യുന്നതല്ലേ നല്ലത്. അപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞ് പപ്പയെ മനസ്സിലാക്കിച്ച് ഞങ്ങൾ വാഴയില വെട്ടി. എന്നാലും പപ്പ ഒരു പിശുക്കിലാണ് വെട്ടിയേക്കുന്നത്. ഞാൻ യൂഷ്വലി ഒരു തിരി കത്തിച്ച് വെക്കാറുണ്ട് വീട്ടിൽ. ഒരു നമ്മുടെ നാട്ടിലെ ഈ അഗർബത്തി തിരി. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല വീട്ടിനകത്ത് നല്ല സ്മെല്ലൊക്കെ വരാനായിട്ട്. അപ്പോൾ വീട്ടിനകത്ത് കുക്കിംഗ് ഒക്കെ ചെയ്ത് കഴിയുമ്പോൾ എനിക്ക് ഭയങ്കര നിർബന്ധമാണ് അങ്ങനെ ഒരു തിരി കത്തിച്ച് വെക്കണമെന്ന്. അങ്ങനെ ഒരു തിരിയൊക്കെ കത്തിച്ച് വെച്ച് അത് കഴിഞ്ഞിട്ട് ഇനി ഇലയൊക്കെ ക്ലീൻ ചെയ്യാമെന്ന് കരുതി. പിന്നെ ഒരു മിസ്സിങ് പാർട്ടുണ്ട്. സത്യം പറഞ്ഞാൽ സെറ്റ് സാരിയൊക്കെ കൊടുക്കണമെന്നും മുല്ലപ്പൂക്ക് വയ്ക്കണമെന്നൊക്കെ ഭയങ്കരമായിട്ട് ആഗ്രഹിച്ചായിരുന്നു. പക്ഷേ എനിക്ക് നടന്നില്ല. കാര്യം ഞങ്ങൾ തന്നെ തിരക്ക് പിടിച്ച് കുക്ക് ചെയ്യുമായിരുന്നു. അതുകൊണ്ട് സെറ്റ് സാരി ഒന്നും ഉടുക്കാനും ഒന്നുമുള്ള സമയം അങ്ങോട്ട് കിട്ടിയില്ല. പപ്പട ചുട്ട് തുടങ്ങിയപ്പോഴാണ് എൻ്റെ അടുത്ത് ഇല പറിച്ചുകൊണ്ട് വരാൻ പറഞ്ഞത്. ഇനി പപ്പടം എന്തായെന്ന് നോക്കട്ടെ. പപ്പടമൊക്കെ ഇവിടെ ഇങ്ങനെ വറുത്തുകൊണ്ടിരിക്കുവാണ്. പപ്പടം ചൂടാറുന്നതിന് മുന്നേ തന്നെ ഇല എത്തണം എന്ന് പറഞ്ഞായിരുന്നു. അങ്ങനെ ഇവിടെ പപ്പടം ഏകദേശം ചുട്ട് കഴിയാറായി. ഇനി ഞാൻ നേരെ ഇലയുടെ കാര്യങ്ങളിലേക്ക് അങ്ങോട്ട് കിടക്കട്ടെ. അപ്പോഴത്തേക്കും പപ്പ വന്നു. പപ്പ ദേ ഇല കണ്ടു. അപ്പോൾ പിശിക്കണം. അപ്പോൾ ഇല കീറുന്നത്. അപ്പോൾ പറയുന്നത് ഇങ്ങനെ ഇല എടുത്താൽ മതി എന്നാണ്. പക്ഷെ ഞാനതിലൊട്ടും തന്നെ സാറ്റിസ്ഫൈഡ് അല്ല. എനിക്കാണെങ്കിൽ ഒരു ഫുൾ ഇല വേണമായിരുന്നു. കാര്യം എന്നാലല്ലേ നമുക്ക് കറിയൊക്കെ നല്ലപോലെ നിരത്തി വെക്കാൻ പറ്റത്തുള്ളൂ. എന്നെപ്പോലെ തന്നെ ബോണി അങ്ങനെ ചിന്തിച്ച് ബോണിക്കത് വലിയ താല്പര്യമില്ലാതെ ബോണി പോയി പിന്നെ ഇലയൊക്കെ വീണ്ടും വെട്ടിക്കൊണ്ട് വന്നു. ബോണി തന്നെ ഇലയെല്ലാം എന്നിട്ട് വെട്ടി കീറി എടുക്കുവാണ്. അത് നമുക്ക് നല്ല ഇച്ചിരി വിശാലമായിട്ട് കഴിക്കാനായിട്ട് തന്നെയാണ്. പായസമൊക്കെ നന്നായിട്ട് ഒഴിച്ച് നമുക്കിങ്ങനെ പപ്പടമൊക്കെ കൂട്ടി ഇളക്കി കഴിക്കണ്ടേ. അപ്പോൾ പിന്നെ ഇലയ്ക്ക് വീതിയും നീളമൊന്നും ഇല്ലാതെ എങ്ങനെ ശരിയാകും. അപ്പോൾ പിന്നെ ഞങ്ങൾ രണ്ടും ആ ഒരു കാര്യത്തിൽ ഒരേപോലെ മാച്ചായിട്ട് നിന്ന് കേട്ടോ. ഈ ഒരു കാര്യത്തിൽ ഇല വലുത് തന്നെ വേണമെന്ന്. ബാക്കിയെല്ലാം ഞാൻ മാറ്റി വെച്ചു വേറെ എന്തെങ്കിലും ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ അത് നമ്മുടെ കൺമണി ഉണർന്നു കഴിഞ്ഞു. കൺമണി ഈ ശബ്ദമൊക്കെ കേട്ട് എന്താണെന്നൊന്നും മനസ്സിലാവാതെ ചാടി ഓടിപ്പോയി. അതേ കണ്ടോ, ഞങ്ങൾക്ക് കിട്ടിയ വലിയ ഇല കണ്ടോ. അങ്ങനെ വലിയ ഇലയൊക്കെ ഞങ്ങൾ വെച്ചു. ഇനി നേരെ സദ്യ വിളമ്പിയാൽ മതി. അതിനുള്ള കാര്യങ്ങളെ കിടക്കുവാണ്. പിന്നെ ഞാൻ കഴുകാനായിട്ട് നിന്നില്ല. നല്ലൊരു തുണി നനച്ച് ഞാനിങ്ങനെ തുടയ്ക്കുവാണേ. അപ്പം അതിൽ അഴുക്കൊക്കെ അങ്ങ് പൊക്കോളുമല്ലോ. കഴുകാൻ നിൽക്കുവാണെങ്കിൽ ഇല കീറുമോയെന്ന് എനിക്കൊരു പേടിക്കും. നമ്മുടെ നാട്ടിലെ പോലെ ഇലയ്ക്കൊന്നും വലിയ കട്ടിയില്ല. ഇവിടെ സാധനങ്ങളൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, ഇല ഇതെല്ലാം ഭയങ്കര പൂവുകൾ ഭയങ്കര സോഫ്റ്റാണ്. നമ്മുടെ ആ നാട്ടിലെ ആ ഒരു വെജിറ്റബിൾസിൻ്റെയും ഫ്രൂട്ട്സിൻ്റെയും ഒന്നും ആ ഒരു തിക്നെസ് ഒന്നും ഇല്ല. അമ്മയും ഈ അഭിപ്രായം പറഞ്ഞു കേട്ടോ. ഇലയൊക്കെ വിരിച്ച് സ്ഥിതിക്കുന്ന പിന്നെ നമുക്ക് പയ്യെ ഫുഡൊക്കെ അങ്ങോട്ട് വിളമ്പിയാലോ. അങ്ങനെ ഞാൻ ചോറ് കുത്തിരി ചോറാണ്. പക്ഷേ ചുവന്ന കളറല്ല, വെള്ളച്ചോറാണ്. ചോറ് വിളമ്പുന്നതിന് മുന്നേ തന്നെ എല്ലാവരും പറഞ്ഞു എല്ലാവർക്കും കുറച്ച് ചോറ് മതി, ഒത്തിരി ഒന്നും വിളമ്പരുതെന്ന്. ഒത്തിരി കറി ഉണ്ടല്ലോ, നമുക്ക് ഒത്തിരി കറി കഴിക്കാനുള്ളതുകൊണ്ട് കുറച്ച് ചോറ് മതി എന്ന് എല്ലാവരും പറഞ്ഞു. പിന്നെ കറികളായിട്ട് ഞാൻ ബ്രൊക്കോളി തോരനാണ് വെച്ചത്. എപ്പോഴും നമ്മൾ ക്യാബേജ് തോരൻ അങ്ങനത്തെ സാധനങ്ങളൊക്കെ അല്ല. അപ്പോൾ ഇത്തവണ ന്യൂസിലൻഡിൻ്റെ ഒരു വെജിറ്റബിൾ ഇരിക്കട്ടെ എന്ന് കരുതി അങ്ങനെ ബ്രൊക്കോളി തോരൻ വെച്ചു. പിന്നെ പച്ചടി ഉണ്ടായിരുന്നു, ബീട്രൂട്ട് കിച്ചടി ഉണ്ടായിരുന്നു, പൈനാപ്പിൾ പച്ചടി, ബീട്രൂട്ട് കിച്ചടി, അവിയൽ, കാളൻ, സാമ്പാർ കറി, പിന്നെ പപ്പടം, അച്ചാർ മമ്മി വന്ന ശേഷം നാരങ്ങ മേടിച്ച് മമ്മിയെ കൊണ്ട് ഇടിപ്പിച്ചാണ്. മേടിച്ചതല്ല, നാരങ്ങ ഞങ്ങളുടെ ഇവിടെ തന്നെ ഉണ്ടായി. നാരങ്ങ വെച്ച് മമ്മി അച്ചാറൊക്കെ ഇട്ടു. ചിലയിടത്തൊക്കെ വിഷുവിന് നോൺ വെജ് ഉണ്ടായിരിക്കും. അപ്പോൾ നോൺ വെജ് വേണമെന്നിങ്ങനെ ഒരു അഭിപ്രായം വന്നായിരുന്നു. പിന്നെ ഞങ്ങൾ വേണ്ടാന്ന് വെച്ചു. നോൺ വെജ് വേണ്ട. മാത്രമല്ല ഹോളി വീക്ക് അല്ല. അപ്പോൾ പിന്നെ നമുക്ക് വെജിറ്റബിൾ തന്നെ അങ്ങ് കഴിക്കാമെന്ന് വിചാരിച്ച്. അതുകൊണ്ട് നോൺ വെജിനെ പറ്റിയൊന്നും ചിന്തിച്ചതേ ഇല്ല. ഈ സദ്യക്കൊക്കെ പണ്ട് ആരെങ്കിലുമൊക്കെ ഇങ്ങനെ അതുപോലെ ഫുഡൊക്കെ വിളമ്പുമ്പോൾ എനിക്ക് ഭയങ്കര കൊതിയായിരുന്നു. എനിക്കും വിളമ്പാൻ പോകണമെന്ന് വെച്ചിട്ട്. പക്ഷേ നടന്നിട്ടില്ല. പക്ഷേ രസമുണ്ട് കേട്ടോ. ഇങ്ങനെ ഓരോ കറികളായിട്ട് വന്ന് ഓരോ ഇലയിൽ ഇങ്ങനെ കറികളൊക്കെ വയ്ക്കുമ്പോൾ നല്ല രസമുണ്ട്.
എനിക്കങ്ങനെ ഒരു ഫീൽ വന്നു. ഞാനിങ്ങനെ ഏതോ ഒരു സദ്യക്ക് ഇങ്ങനെ നിന്ന് ഫുഡ് വിളമ്പുന്ന പോലെ. നല്ല രസമല്ലേ. പിന്നെ ഒരു വിഷമമുണ്ട്, എനിക്ക് സെറ്റ് സാരിയൊക്കെ കൊടുത്ത് സദ്യ വിളമ്പണമെന്നായിരുന്നു ആഗ്രഹം, പക്ഷേ അത് നടന്നില്ല. സത്യം പറഞ്ഞാൽ ഒരു 6-7 കൂട്ടം ഉണ്ടായിരുന്നുള്ളൂ, പക്ഷേ വിളമ്പിയിട്ടും അങ്ങോട്ട് തീരുന്നില്ല. അതെന്താണെന്ന് എനിക്കറിയത്തില്ല. പിന്നെ കറികളൊക്കെ സാമ്പാറും അവിയലും ഒക്കെ മമ്മിയാണ് വെച്ചത്, പച്ചടിയും. പിന്നെ ഞാനൊരു കിച്ചടിയും വെച്ചു. പിന്നെ പപ്പടം കാച്ചിയത് ഞങ്ങളാണ്. പിന്നെന്താ ഒരു പച്ചടിയും കൂടെ ഞാൻ വെച്ചു. പിന്നെ അപ്പം കുക്കിങ്ങൊക്കെ ഞങ്ങളെല്ലാവരും കൂടെ ഷെയർ ചെയ്താണ് ചെയ്തത് ഇത്തവണ. സാധാരണ നാട്ടിൽ പോകുമ്പോഴാണ് ഈ ഒരു ഫീല് കിട്ടുന്നത്, ഇങ്ങനെ ഒത്തിരി കറികളും ഇങ്ങനെ എന്താ പറയുക ഇല വെട്ടുന്നതും അങ്ങനെയൊക്കെ ആയിട്ട്. പക്ഷേ നമുക്കിവിടെ ഇലയും അതുപോലെ തന്നെ അപ്പനും അമ്മയൊക്കെ ഇവിടെ ഉള്ളതുകൊണ്ട് തന്നെ എനിക്ക് നാട്ടിൽ പോയൊരു ഫീലായിരുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഒരു വീട്ടിൽ നിന്ന് മാറി നിൽക്കുന്നൊരു ഫീലേ അല്ലായിരുന്നു. അപ്പോൾ ഒരു രസമായിരുന്നു. പിന്നെ എനിക്ക് തോന്നിയത് നമ്മുടെ നാട്ടിലെ പോലെ കുറേ കഷ്ണങ്ങൾ നമ്മുടെ സാമ്പാറിനകത്ത് ഉണ്ടായിരുന്നില്ല. സാമ്പാറിൽ ഇവിടെ അവൈലബിൾ ആയിട്ടുള്ള കഷ്ണങ്ങളൊക്കെ ഞങ്ങൾ ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. അതാണ് എനിക്ക് ആകെ ഉണ്ടായൊരു ഡിഫറൻസ്. അപ്പോൾ നിങ്ങളുടെയൊക്കെ വിഷു എങ്ങനെ ഉണ്ടായിരുന്നു? ജോലി ഉണ്ടായിരുന്നോ അതോ വിഷു എല്ലാവരുമായിട്ട് കൂടിയോ? ഞങ്ങളെന്തായാലും ഇത്തവണ വിഷുവിന് ലീവ് എടുത്തു. കാര്യം പപ്പയും അമ്മയും ഉള്ളത് കൊണ്ട് തന്നെ വീട്ടിലിരിക്കാമെന്ന് കരുതി. അങ്ങനെ ഞങ്ങൾ ലീവ് എടുത്ത് വിഷുവൊക്കെ ഒന്ന് കൂടി. കാര്യം എന്ന് വെച്ചാൽ നാട്ടിൽ പോയാലല്ലേ ഇനി ഇതുപോലെ സദ്യയൊക്കെ നമുക്ക് ഒരുമിച്ച് കൂടാനും കഴിക്കാനും ഒക്കെ പറ്റത്തുള്ളൂ. അപ്പോൾ പിന്നെ എനിക്കാണെങ്കിൽ സത്യം പറഞ്ഞാൽ പച്ചക്കറി സദ്യ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അത് മിസ്സാക്കാൻ എനിക്ക് തോന്നിയതേ ഇല്ല. അപ്പോൾ ഡ്യൂട്ടിക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ പരിപാടിയും നടക്കത്തില്ല. ഇതുപോലെ ഫുഡ് ഉണ്ടാക്കാനും ഇതുപോലെ ഒരുമിച്ചിരുന്ന് കഴിക്കാനും ഒന്നും നമുക്ക് പറ്റത്തില്ല. നമ്മൾ ഫുഡൊക്കെ വിളമ്പുന്നുണ്ട് പപ്പയമ്മയൊക്കെ മാറിയിരിക്കുമായിരുന്നു. അപ്പം അവരെ പോയി വിളിച്ചുകൊണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ചോറ് കൂടിപ്പോയി എന്ന് പറഞ്ഞ് അമ്മി കംപ്ലൈൻറ്റ് പറയുവാണ്. ഇത്രയും വിളമ്പിയും ഞാൻ കഴിക്കില്ലെന്ന് അറിയത്തില്ല എന്നൊക്കെ ചോദിച്ചു. എന്തായാലും ഞങ്ങൾ പറഞ്ഞു ഒക്കെ ട്രൈ ചെയ്യേ, അത്രയൊന്നും ചോറില്ല, കുറച്ച് ചോറേ വിളമ്പിയിട്ടുള്ളൂ, കറികളാണ് കൂടുതൽ. ഞാനിതിനിടയ്ക്ക് കൺമണിയെ അന്വേഷിച്ച് പോയി. കൺമണിയെ കാണുന്നില്ലായിരുന്നു. അങ്ങനെ കൺമണിയെ കളഞ്ഞു കിട്ടി. കൺമണി ഒരു ചെയറിന് പുറകിൽ ഒളിച്ചിരിക്കുമായിരുന്നു. സത്യം പറഞ്ഞാൽ ഈ സദ്യ എന്ന് പറയുന്നത് ഭയങ്കര ഒരു ഇമോഷനാണ്. അതൊരു സംഭവമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അതായത് ഈ സദ്യയ്ക്ക് എന്തൊക്കെ നമുക്കിടയിലൊരു ഇമോഷണൽ ഡിഫറൻസ് കൊണ്ടുവരാൻ പറ്റുമെന്നറിയോ? അതായത് ഒത്തിരി ഫ്ലേവേഴ്സ് വായിലോട്ട് നമ്മളിങ്ങനെ ടേസ്റ്റ് ചെയ്യുമല്ലേ, ഒത്തിരി ഫ്ലേവേഴ്സ് വരുമ്പം ഒരു രസമല്ലേ അത്. നോൺ വെജ് കഴിക്കുന്നതിനേക്കാളും അടിപൊളി എന്നൊന്നും ഞാൻ പറയത്തില്ല, പക്ഷേ എന്നാലും വേറൊരു തരത്തിലുള്ള ഫീലാണ്. ചോറൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഞങ്ങൾ പായസം ഇലയിൽ തന്നെ കഴിച്ചു. ക്ലാസ്സിൽ ഒഴിക്കണ്ടെന്ന് ഞാനാണ് പറഞ്ഞത്. ഇലയിൽ തന്നെ കഴിച്ചു. ആദ്യം ഞങ്ങൾ നല്ല സേമിയ പായസം, അതിൽ പപ്പടം ചേർത്ത് അങ്ങോട്ട് കഴിച്ചു. പഴം കൂടെ ചേർക്കണമെന്നുണ്ടായിരുന്നു, പിന്നെ പഴം എടുത്തില്ല. സേമിയയും പിന്നെ പ്രഥമനും കൂടി ഉണ്ടായിരുന്നു കേട്ടോ. രണ്ടും അടിപൊളിയായിരുന്നു. അങ്ങനെ ഇത്തവണത്തെ വിഷു ഒരു നല്ല ബ്ലെസ്ഡ് വിഷു ആയിരുന്നു. ഞാൻ വിചാരിച്ചില്ല പപ്പയും അമ്മയും കൊണ്ടുവരാൻ പറ്റുമെന്നും അതുപോലെ തന്നെ അവർ വിചാരിച്ചില്ല വരാൻ പറ്റുമെന്നൊക്കെ. അപ്പം എല്ലാം പെട്ടെന്നുള്ള പരിപാടികളായിരുന്നു. അപ്പോൾ ഇനി വിഷു മാത്രമല്ല, ഈസ്റ്ററും അവരുടെ കൂടെ ഒരുമിച്ച് ആഘോഷിക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയൊക്കെ ആയിരുന്നു എൻ്റെ വിഷു. അപ്പം നിങ്ങളുടെ വിഷുവൊക്കെ നിങ്ങൾ അടിച്ചു പൊളിച്ചില്ലേ? അപ്പോൾ നമുക്ക് വീണ്ടും കാണാം.